ഇവിടെ നാം ചർച്ച ചെയ്യുന്നു ജ്യോതിഷത്തിൽ ചതുർഗ്രഹ യോഗ നിരൂപണം. ഇവിടെ ചതുർഗ്രഹ യോഗ നിരൂപണത്തിൽ കല്യാണ വർമാവ് 4 ഗ്രഹങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ബുധനും ശനിയുമാകുന്നു. ഇവിടെ 2 പാവഗ്രഹങ്ങളും 2 ശുഭഗ്രഹങ്ങളും. ബുധനും ചന്ദ്രനും ശുഭഗ്രഹങ്ങളും സൂര്യനും ശനിയും പാപഗ്രഹങ്ങളുമാകുന്നു. ഈ യോഗത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ എപ്രകാരമാണെന്നാണ് ഇവിടെ ആചാര്യൻ സമർത്ഥിക്കുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം ചർച്ച ചെയ്യാം. മാതൃപിതൃ വിപ്രയുക്തോ ധനസൗഖ്യ വിവർജിതോ ഭ്രമണശീല ഭിക്ഷാചനോപ്യനൃതവാക് രവീന്ദു സൗമ്യാർക്കിഭിഹി നിയതം. നിയതം നിശ്ചയമായും രവി ഇന്ദു സൂര്യൻ ചന്ദ്രൻ ബുധൻ അർക്കിഭിഹി അർക്കസ്യ അപത്യം പുമാൻ അർക്കി ശനി അർക്കൻ സൂര്യൻ സൂര്യപുത്രൻ ശനി ഒന്നിച്ച് വന്നാൽ നിശ്ചയമായും ആ മനുഷ്യൻ ഇപ്രകാരമൊക്കെ ആകുമെന്ന് ആചാര്യൻ കല്യാണവർമാവ് സാരാവല്യ സമർത്ഥിക്കുന്നു. സഹ മാതൃപിതൃ വിപ്രയുക്ത ഭവതി. അയാൾ അച്ഛനാലും അമ്മയാലും വേർപിരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ ബാല്യ കൗമാരങ്ങളൊക്കെ വളരെ ക്ലേശത്തോടു കൂടിയതാകാം. അച്ഛനും അമ്മയും പരസ്പരം വേർപിരിഞ്ഞിരിക്കുന്നെങ്കിൽ ആ ബാല്യകാലം വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകാം, കഷ്ടപ്പാടുകളുണ്ടാകാം, ക്ലേശങ്ങളുണ്ടാകാം. ധനസൗഖ്യ വിവർജിത. ധനത്താലും സുഖത്താലും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം വിവർജിതനാണ്. അദ്ദേഹത്തിന് ധന സുഖ യോഗങ്ങൾ അനുഭവിക്കാൻ യോഗമില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയില്ല എന്നർത്ഥം. പിന്നീട് പ്രസ്തുത വ്യക്തി ഭ്രമണശീല, അയാൾ സഞ്ചാരശീലനാണ്. അയാൾ എപ്പോഴും യാത്ര വളരെ ഇഷ്ടപ്പെടുന്നു. ഭിക്ഷാചനഃ, അദ്ദേഹം പലപ്പോഴും ഭൈക്ഷ്യകർമ്മം ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നു. അനർഥവാക്, അദ്ദേഹം ഒരിക്കലും തന്നെ വാക്കിൽ സത്യം പുലർത്തുകയില്ല. അയാൾ കളവ് പറയുന്ന വ്യക്തിയും കൂടിയാണ്. അതിനാൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ല. കറങ്ങി സഞ്ചരിച്ച് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം ആരോടെങ്കിലും യാചിച്ച് വാങ്ങി ഭക്ഷിച്ച് പലപ്പോഴും കളവ് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നു ഈ ചതുർഗ്രഹ യോഗം. ഇവിടെ യോഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു, സൂര്യനും ശനിയും പാപഗ്രഹങ്ങളും ചന്ദ്രനും ബുധനും ശുഭഗ്രഹങ്ങളുമാണ്. ഒരു നല്ല യോഗമല്ല ഈ ചതുർഗ്രഹ യോഗമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. നമസ്തേ.